ഭക്തജനങ്ങളെ, ഭാരതം ഇപ്പോൾ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ജനങ്ങളത് സമ്മതിക്കില്ല എന്നറിയാം. എന്നിരുന്നാലും ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഭാരതത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതേപ്പറ്റിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ പ്രശ്നത്തിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യക്കാർ പറയുന്നത് രൂപയുടെ വില ഇടിഞ്ഞതായിട്ടാണ്. എന്നാൽ ഭാരതം രൂപയുടെ വില കുറച്ചതാണ്. സാധാരണക്കാർ വില കുറഞ്ഞ സാധനങ്ങളെ വാങ്ങിക്കാറുള്ളൂ. രൂപയുടെ വില കുറയുന്നതോടുകൂടി സാധാരണക്കാരിലേക്ക് പണമെത്തും. 50-60 കൊല്ലം കൊണ്ടല്ല, വെറും 10-12 കൊല്ലം കൊണ്ടാണ് വിശ്വഗുരു ഇത് സാധിച്ചെടുത്തതെന്ന് നിങ്ങൾ ഓർക്കണം. മെലഡി എന്താ ചോക്ലേറ്റി ആയത് എന്ന് ചോദിക്കുന്ന വന്മാർ ഇത് മനസ്സിലാക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഗ്യാസിൻ്റെ വില കൂട്ടിയത് അതും മനഃപൂർവ്വം തന്നെയാണ്. പണ്ട് കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിറകടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വളരെ ആരോഗ്യവാന്മാരായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ആരോഗ്യമുള്ള ഒരു ജനതയെ വീണ്ടെടുക്കാനുള്ള ഒരു യജ്ഞമായിട്ടാണ് നമ്മൾ ഈ ഗ്യാസിൻ്റെ വില വർധനവിനെ കണക്കാക്കേണ്ടത്. പിന്നെ ഒരു വളരെ തമാശ തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും ഒരുപാട് ഇപ്പോൾ ആൾക്കാർ ട്രോളുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, വിശ്വഗുരു നാട്ടുകാരോട് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ദൈവങ്ങൾ ഒരിക്കലും നേരിട്ട് ജനങ്ങളോട് സംസാരിക്കാറില്ല. അത് ഒരു പക്ഷേ ഈ പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലൂടെയോ ഞങ്ങളെപ്പോലെയുള്ള വിശ്വാസികളിലൂടെയൊക്കെയാണ് ദൈവങ്ങൾ സംസാരിക്കാറ്. ഡിഗ്രി പരീക്ഷയ്ക്കുള്ള ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാത്ത ഒരാളോടാണ് നിങ്ങൾ ആ ചോദ്യം, അല്ലെങ്കിൽ വേണ്ട, അതിന് ഇപ്പോൾ ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ഗോൾഡ് വാങ്ങാൻ പാടില്ല, പുറം രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത്, അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗോൾഡ് വാങ്ങാനൊന്നും 10-12 കൊല്ലമായിട്ട് സാധാരണക്കാരന് സാധിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യേ വേണ്ട എന്നുള്ളതാണ് ചുരുക്കം. പിന്നെ മറ്റ് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യണ്ട എന്ന് പറഞ്ഞതിന് വലിയൊരു റീസൺ ഉണ്ട്. എവിടെയാണ് എപ്പോഴാണ് യുദ്ധം നടക്കണതെന്ന് ഒരു പിടിയില്ല. പെട്ടെന്നായിരിക്കും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കുഴിബോംബ് പൊട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മിസൈൽ വന്ന് തലയിൽ വീഴുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ആക്ച്വലി ഇതൊന്നും, എനിക്ക് 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ഒരുപാട് പണിക്കാരുണ്ട് ജോലി ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നാട്ടുകാരിതണ്ടികൾ വേണമെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് കണ്ടാൽ മതി. പക്ഷേ അതല്ല ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നാട്ടുകാരിലേക്ക് എത്തിക്കുക.